എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. PMC പദ്ധതി ഒരു തരത്തിലും അനുവദിക്കാൻ പറ്റില്ല. കാവ്യവൽക്കരണം BJPയുമായിട്ട് CPIയും ചേർന്ന് നടത്തുന്ന ഡീലാണ് എന്ന് പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷം ഇന്ന് ഭരണകക്ഷിയായി മാറിയപ്പോൾ അത് നടപ്പിലാക്കും എന്ന് മാത്രമല്ല വലിയ കളവാണ് പറയുന്നത്. വി.ഡി. സതീശന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒപ്പിട്ട കാര്യം പണം വാങ്ങിയ കാര്യം ഒന്നാണ്. കളവ് പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെയായിരുന്നു നമുക്ക് മുമ്പറിയാം. ഇപ്പോഴും മുഖ്യമന്ത്രിയെയും അങ്ങനെ തന്നെ പറയുന്നു. കളവാണ് പറയുന്നത് എന്ന് പറയാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. കളവ് പറയുകയാണ്. ഒരു നയാ പൈസ ഇതിന്റെ ഭാഗമായിട്ട് വാങ്ങിയിട്ടില്ല. കാരണം എവിടെയാണ്, ഏത് ബ്ലോക്കിലാണ് നടപ്പിലാക്കേണ്ടത്, ഏത് സ്കൂളുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് വരിക എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. അത് നടപ്പിലാക്കില്ല, മരവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഈ ഗവൺമെന്റിന് അത് മരവിപ്പിക്കണമെങ്കിൽ തുടർന്ന് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് BJPക്ക് പൂർണ്ണമായിട്ടും കീഴടങ്ങിയിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടത്. ഇപ്പോഴും തുടർച്ചയായി BJPയുടെ നിലപാടിനോടൊപ്പം MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ തീരുമാനിക്കുമ്പോൾ ഒരക്ഷരം അതിനെതിരായിട്ട് മിണ്ടിയിട്ടില്ല. 19 സെനറ്റ് അംഗങ്ങളെ RSSകാരെ തീരുമാനിക്കുമ്പോഴും ഒരക്ഷരം അതിനെതിരായിട്ട് മിണ്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി അവർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന് ശേഷവും പൂർണ്ണമായി BJPക്ക് കീഴടങ്ങിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെയാണ് PM ശ്രീ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും നമുക്ക് മനസ്സിലാക്കാനാവുക. അതാണ് കത്തയച്ചു എന്നല്ല, എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലുണ്ടല്ലോ കത്ത്. അതുകൊണ്ട് കത്തയച്ചില്ല എന്ന് പറയുന്നത് വേറൊരു കളവ്, അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് കരിക്കുലം അതേപടി നടപ്പാക്കുക. ഞാനിപ്പോഴങ്ങനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് കളവാണ്. പണം വാങ്ങി എന്നാണല്ലോ പറഞ്ഞത്. PM ശ്രീ ഒപ്പിട്ടതിന്റെ ഭാഗമായിട്ട് ഒരു നയാ പൈസയും ഗവൺമെന്റ് കിട്ടിയില്ല. കാരണം ഗവൺമെന്റ് കിട്ടണമെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഏത് ബ്ലോക്കിലൊക്കെയാണ്, അങ്ങനെയാണല്ലോ, ഏത് ബ്ലോക്കിലൊക്കെയാണ് ഇത് നടപ്പിലാക്കുക, ഏത് സ്കൂളൊക്കെയാണ് ഇത് ബാധകമാകുക എന്നെങ്കിലും തീരുമാനിക്കുക. ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഒരു പൈസയും ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് വാങ്ങിയിട്ടില്ല, മരവിപ്പിച്ച് നിൽക്കുകയാണ്. അവർക്ക് മരവിപ്പിക്കൽ തുടരാൻ വേണമെങ്കിൽ പക്ഷേ അത് ചെയ്യാറില്ല. അവർ BJPയുമായി ചേർന്ന് പൂർണ്ണമായ ഡീല് മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അത് മംഗലാപുരം പ്രത്യേക യാത്ര ഉൾപ്പെടെ എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാര്യം.